2.5 മണിക്കൂർ ലൈവത്തോണിലൂടെ സർക്കാർ ഓഫീസുകളിലെ അനാസ്ഥ തുറന്നുകാട്ടി റിപ്പോർട്ട്. സർക്കാർ ഓഫീസുകളിലെ പഞ്ചിംഗ് പേരിന് മാത്രമാണെന്ന് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെടെ കൃത്യസമയത്ത് ഹാജർ രേഖപ്പെടുത്തിയത് 10% പേർ മാത്രമാണ്. സർക്കാർ ഓഫീസുകൾക്കും സമയമുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും കൃത്യസമയത്ത് വരുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളവൂർക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ 80% ജീവനക്കാർ ഇപ്പോഴും കസേരകളിൽ എത്തിയിട്ടില്ല. ഈ ഒരാൾ കയറി വരുമ്പോൾ കാണുന്ന കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളാണ്. കസേരകൾ കഥ പറയുന്നതാണ്. അതായത് ഒഴിഞ്ഞ കസേരകൾ ഒരുപക്ഷെ സത്യം പറയുന്നത് ഈ ദൃശ്യങ്ങളും കാര്യങ്ങളും മനസ്സിലാകുന്നതാണ്. കുറച്ച് ആൾക്കാരൊക്കെ കൃത്യസമയത്ത് എത്താറുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയത്താണ് എത്താറുള്ളത്. ചിലർ പറയും ഞങ്ങൾ ഓഫീസിൽ പോയിട്ടാണ് വന്നെന്ന് പറയും, ചില ഓഫീസിൽ പോകാനുള്ളവർ അങ്ങനെ പറയും. ഇതാണിപ്പോൾ ഈ കേണിച്ചിറ പൂതാടി പഞ്ചായത്തിലെ ഓഫീസിലെ ഒരു അവസ്ഥ. പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ 11 ജീവനക്കാർ ഉണ്ട്. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, AE ഉൾപ്പെടെ 7ഓളം പേർ ഇവിടെ ഇല്ല. ബാക്കിയുള്ളവരൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. ട്രെയിനിങ് ഉണ്ടെന്ന്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാളൊഴിവ് ഇവിടെ ആരുമില്ല, ഒരാളൊഴിവ് ഒരാൾ ഓടിയാണ്. ഇക്ബാൽ, അങ്ങനെയാണെങ്കിലും അവിടെ കസേരകൾ ഒഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കസേരകളിൽ ആളില്ല, പൂർണ്ണമായും ആളില്ല എന്നുള്ളത് അവിടെ കാണാൻ കഴിയും. മാധ്യമങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല. പ്ലീസ് സെക്രട്ടറിയോട് സംസാരിക്കും. പ്ലീസ് ദയവ് ചെയ്തിട്ട് എന്നെ ഭക്ഷണത്തിലാക്കരുത്. നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർക്ക് ആരോ ഇവിടുന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുറകിലെ ഗേറ്റ് വഴി നുഴഞ്ഞു കയറി 4 പേർ ഈ ഓഫീസിനകത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായി അവിടെ ഒരു സംഘടിതമായ ഒരു ഓപ്പറേഷൻ നടക്കുന്ന, സംഘടനയ്ക്ക് ശക്തിയുള്ള ഒരു കോർപ്പറേഷനാണ്. യഥാർത്ഥത്തിൽ ഓഫീസിൽ വന്ന് മൂവ്മെന്റ് രജിസ്റ്റർ ശേഷം മാത്രമേ ഫീൽഡിൽ പോകാം. എന്തായാലും മൊത്തത്തിൽ നമ്മളിവിടെ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വന്നത് കൊണ്ട് തന്നെ കുറച്ച് ജീവനക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 9 മണിക്ക് എത്തുന്നവരുണ്ട്, 9:30 എത്തുന്നവരുണ്ട്. 9:30 നമ്മളിവിടെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇവിടെ ആൾ എത്തിയിട്ടില്ല. 10 മണിയായപ്പോൾ ഏകദേശം 3 പേരാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ കണ്ടത്. ഗതാഗത കുറിച്ച് ചെറുതായിട്ടൊരു കാരണമാവുന്നുണ്ട്. റീസണായിട്ട് പറയാൻ പറ്റുമോ ഈ വൈകി വരുന്നതിന്? അല്ല, അത് റീസൺ അല്ല. വണ്ടി ബ്ലോക്കായി എന്ന് പറയുന്നതൊക്കെ ന്യായമാണോ? നമ്മൾ കൊച്ചിയിൽ ന്യായമായിട്ട് ഞാൻ പറയുന്നില്ല. മാനുഷികമായിട്ട് സംഭവിച്ചത് മാത്രമേ ഉള്ളൂ. അല്ല, ന്യായമായിട്ട് ഞാൻ പറയില്ല. കാരണം നമ്മളൊരു 10:15 ഒക്കെയാണ്, 10:15, 10:30 വരെ ലീവൊന്നും ആക്കാറില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഓൾറെഡി ലീവ് നമുക്ക് തരും. ഓരോ സമയവും വിലപ്പെട്ടതാണ്. 10 മണിയാണ് സമയമെങ്കിൽ 10 മണിക്ക് നിങ്ങൾ ജോലി തുടങ്ങിയിരിക്കണം. 5 മണിക്ക് നിങ്ങൾ അവസാനിപ്പിച്ചോളൂ. പക്ഷേ ആ സമയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം നൽകാനുള്ള സമയമാണ്. ഫീൽഡിലാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. ഫീൽഡിലായിരിക്കണം, ഫീൽഡിൽ ആ സേവനം കിട്ടണം. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഉത്തരവാദിത്തത്തോടെ മാധ്യമധർമ്മം നിർവഹിച്ചുകൊണ്ട് ഞങ്ങളുടെ വാർത്താ സംഘമുണ്ടാകും. ഇതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്. റിപ്പോർട്ടർ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് പ്രതിപക്ഷ ധർമ്മം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും.